ഇനി പ്രാക്ടിക്കലി ഫോട്ടോഗ്രാഫി ചെയ്ത് തുടങ്ങാൻ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ആക്സസറീസിൻ്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ ഉൾപ്പെടുത്താം, പക്ഷേ അതുണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ ഫസ്റ്റായിട്ട് പറയേണ്ട ഒരു ഘടകം ട്രൈപ്പോഡാണ്. ട്രൈപ്പോഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഒരു ട്രൈപ്പോഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു കേബിൾ റിലീസ് അല്ലെങ്കിൽ ഒരു റിമോട്ട് ആണ്. കേബിൾ റിലീസാണ് ഏറ്റവും നല്ലൊരു ഡിവൈസ്. നിങ്ങൾക്ക് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ ക്യാമറയുടെ സൈഡിൽ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാവുന്ന എന്താ പറയുക, ഒരു കേബിൾ കണക്റ്റഡ് ആയിട്ടുള്ള ചെറിയൊരു റിമോട്ടാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അത് കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ അതിന് വളരെ ചെറിയ വില മാത്രമേ ഉള്ളൂ. ട്രൈപ്പോഡിന് അത്യാവശ്യം കാശ് മുടക്കേണ്ടി വരും. പക്ഷേ കേബിൾ റിമോട്ട് റിലീസ്, അതാണ് പ്രോപ്പർ വേർഡ്. അപ്പോൾ അത് വാങ്ങിക്കാൻ ചെറിയ കാശേ ആവുള്ളൂ. അത് നിങ്ങളെല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് ലെൻസ് ഹുഡാണ്. നിങ്ങളുടെ ക്യാമറയിൽ ലെൻസ് ഹുഡ് ഇല്ലെങ്കിൽ അത് നിങ്ങൾ ക്യാമറയിൽ വാങ്ങി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ട്രൈപ്പോഡ് വാങ്ങിക്കുമ്പോൾ വാട്ടർ ലെവലുള്ള ട്രൈപ്പോഡ് വാങ്ങിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ട്രൈപ്പോഡിൽ വാട്ടർ ലെവൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ഷൂ മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർ ലെവൽ വളരെ ചെറിയ കാശിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് ഒരു റിഫ്ലക്ടറാണ്. റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തോട്ട് നാച്ചുറൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ആ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിഫ്ലക്ടറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾ സംഘടിപ്പിച്ച് കയ്യിൽ വച്ചേക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. തിയറി സെഷനിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പ്രാക്ടിക്കലിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം ആ സമയം കൊണ്ട് അത് സംഘടിപ്പിക്കാൻ സാധിക്കും. ഹൈലി എക്സ്പെൻസീവായ കാര്യങ്ങൾ ഒന്ന് ക്യാമറയാണ്, മറ്റൊന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറാണ്. അത്രത്തോളം കോസ്റ്റ് വരുന്ന മറ്റ് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പക്ഷേ ലെൻസൊക്കെ ഒരു അത്യാവശ്യം എക്സ്പെൻസീവാണ്. എങ്കിലും നിങ്ങൾക്ക് ഇവിടെ ലെൻസിനെ ബേസ് ചെയ്തിട്ടൊരു പ്രത്യേക ടൈപ്പ് ഫോട്ടോഗ്രാഫി പറയുന്നില്ല. എല്ലാം ക്യാമറയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലെൻസിൻ്റെ കാര്യത്തിൽ പിന്നീട് തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പോൾ